ശ്രീനന്ദയെ കൊന്ന് കൊക്കയിൽ തള്ളിയതോ? വിനോദസഞ്ചാരത്തിനിടെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ശ്രീനന്ദയെ കാണാതായ സമയത്ത് തന്നെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം പോലീസ് അടക്കം പരിശോധിച്ചിരുന്നുവെന്ന് വല്യച്ഛൻ ശ്രീധരൻ പറഞ്ഞു. എന്നാൽ അന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത മൃതദേഹം ഇന്ന് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. കുട്ടിയെ കാണാതായിട്ട് 4 ദിവസമായെങ്കിലും മൃതദേഹത്തിന് അത്രയും പഴക്കമില്ലെന്നും ശശിധരൻ വിശദീകരിച്ചു. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുന്നയിടത്താണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. മൃതദേഹം മറുവശത്ത് നിന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഇവിടേക്ക് ശ്രീനന്ദ പോയിട്ടില്ലെന്നും കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് നായ മണം പിടിച്ചെത്തിയത് ഒരു കടയുടെ അടുത്തേക്കാണ്. എന്നാൽ ആ കടയുടമയെ പോലീസ് ചോദ്യം ചെയ്തില്ല. പ്രദേശവാസികളിൽ നിന്ന് വിവരം തേടിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. താഴത്തെ വാട്ടർഫാളിൽ നിന്ന് അതിന് മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ 5:20 കുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5:20 അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ അതിനുശേഷം കുട്ടി മുകളിലേക്ക് കയറിയാണ്. കുട്ടികൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് അവർ നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. അതിന് പിറകെ 5:26 ഞാൻ വാട്ടർഫാൾ കണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഈ കുട്ടിയും ഇവരാരും ഇല്ല. ഞാൻ താഴത്ത് പോകുമ്പോൾ വരുമ്പോൾ ഇവരാരും അവിടെ ഇല്ല. കുട്ടി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. അതിനുള്ള സമയം കുട്ടിക്ക് കിട്ടിയില്ല. കുട്ടി നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷനും ഈ ലൊക്കേഷനായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നേരെ എതിർവശത്താണ്. അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പാരൻസ് ആരെങ്കിലും കാണും. കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട്, ആ ലൊക്കേഷനിലുണ്ട് ഞങ്ങളുടെ ബാക്കിയുള്ളവർ. എൻ്റെ ബലമായ സംശയം അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് കൂടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ മാംഗ്ലൂരുള്ള ഒരാളായിരുന്നു. അയാൾ ഈ സംഭവം നടന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നു. വിനോദയാത്രയ്ക്ക് വന്ന ആളാണോ? അയാളുടെ വൈഫിൻ്റെ വീട് അവിടെ എന്ന് പറഞ്ഞു, ചിക്ക്മാംഗ്ലൂരാന്ന് പറഞ്ഞു. അപ്പോൾ അയാളവിടെ ഇതുമാതിരി കറങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ വൈഫിനെ ഇവരെയും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ നിന്നെന്നാണ് പറഞ്ഞത്. അന്ന് അവിടെ നിന്ന് സ്റ്റേഷനിൽ വരാനും അവിടെ സംസാരിക്കാനും ഇതിനെല്ലാവരും, കാരണം ഭാഷ ഒരു പ്രശ്നമായിരുന്നു അവിടെയുള്ള പോലീസുകാർക്ക് കന്നഡ അല്ലാതെ മറ്റൊന്നും രക്ഷയില്ല. എനിക്ക് കന്നഡ അറിയില്ല, ഹിന്ദി അറിയാം, പക്ഷെ അവർക്ക് ഹിന്ദി അറിയില്ല. അങ്ങനെ അപ്പോൾ അയാളെ സംസാരിക്കാൻ കൂടെ വന്നിരുന്നു. നടന്ന പോലീസ് തന്നെ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പോലീസുകാർ പിന്നെ തട്ടിക്കൊണ്ട് പോയാൽ അങ്ങനെ ഒരു സാധ്യത അവർ വന്ന് അങ്ങനെ ഇവിടെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കുട്ടി ആരെങ്കിലും കൂടെ പോയതായിരിക്കും പറഞ്ഞ് ഞങ്ങൾ അതിൽ കുട്ടിക്കൊന്നും റിലേഷനില്ല, അവർ പെൺകുട്ടികളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ നമ്മളെങ്ങനെയും ഇതാക്കാനാണ് കൺവിൻസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വന്നപ്പോഴാണ് ഒന്ന് ഇതായത് ഓർമ്മ. പിന്നെ SP നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾക്കൊരു ഇത് വന്നു. പക്ഷെ അപ്പോഴും ഈ ലോക്കൽസിനെ ചോദ്യം ചെയ്യുക എന്ത് സംഭവം എന്നല്ല, അതൊരു ബേസിക് ആണല്ലോ. കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. പാലക്കാട് കടമ്പഴിപ്പുറം കുത്തറ വീട്ടിൽ രമേശിൻ്റെയും രോഹിണിയുടെയും മകളാണ് 15-കാരിയായ ശ്രീനന്ദ. 4-ാം ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം ഇന്ന് ഉച്ചയോടെ ലഭിച്ചത്. ബാബ ബുധൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5:30-ഓടെയാണ് കുട്ടിയെ കാണാതായത്. മാതാപിതാക്കൾ ഉൾപ്പെട്ട 40-അംഗ സംഘത്തിനൊപ്പം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് നിന്ന് എത്തിയതായിരുന്നു ശ്രീനന്ദ. കുട്ടിയുടെ തിരോധാനത്തിൽ കുടുംബം തുടക്കത്തിലെ ദുരൂഹത ആരോപിച്ചിരുന്നു. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. ഡ്രോൺ ക്യാമറകളും വിന്യസിച്ചിരുന്നു. 1500 അടി താഴ്ചയിൽ ബാബ ബുധാൻഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിലാണ് തിരച്ചിലിനിടെ മൃതദേഹം കണ്ടെത്തിയത്. അല്ല, എവിടെ വീഴാനുള്ള സാധ്യതയില്ല. അവിടെയുള്ള ആൾക്കാരുടെ ഇത് കാണുമ്പോൾ നമുക്ക് തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ളൊരു ഒന്നിനും സഹകരിക്കുന്നില്ല. ഒരു കടക്കാരും സഹകരിക്കുന്നില്ല, ഒന്നിനും സഹകരിക്കുന്നില്ല. അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. മറ്റു ശബ്ദങ്ങളൊന്നും കേട്ടില്ല. പിന്നെ വേറൊരാൾ വന്നിട്ട് ഞങ്ങൾക്ക് സഹായത്തിന് എല്ലാവരും കൂടി, അതിൽ മലയാളം കുറച്ച് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ലേഡി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലേഡീനെ പിന്നെ കണ്ടില്ല. പിന്നെ എന്നിട്ട് അയാൾ താഴത്തേക്ക് വന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പിന്നെ വേറെ 3-4 പേര് കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്തത്. ആ ലേഡീൻ്റെ നടന്നൊക്കെ പിന്നെ എവിടെ പോയിന്ന് കണ്ടില്ല. പിന്നെ എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല ഇവർ. 2 പേരും മലയാളം കുറേശ്ശെ സംസാരിക്കും, നല്ല സംസാരിക്കില്ല. അല്ല, അവർ പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഫുൾ ടൈം പോലീസ് സ്റ്റേഷനും എല്ലാം സംസാരിക്കാനും. നമുക്ക് കന്നഡ അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പിള്ളേരെയൊക്കെ പിന്നെ ഇതാക്കുമ്പോൾ
അതിനൊക്കെ സഹായിച്ചവർ. ഞങ്ങളന്ന് പിന്നെ പോലീസിൽ അവിടെ ഞങ്ങളുടെ എല്ലാവരും പിന്നെ ഫോൺ നമ്പറും ആധാർ കാർഡൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ തന്ന് 7-ാം തീയതി രാത്രി 8-ാം തീയതി പുലർച്ചെ 3 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. തുടക്കത്തിൽ വീഴ്ചയുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് നല്ല സമ്മർദ്ദം പോയപ്പോൾ പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ്. അവരങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറില്ല. അവരെന്തോ അവിടെ ചിലപ്പോൾ നടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ അവരിങ്ങനെ മേലോത്തേക്ക് വരുന്ന ഈ ഭാഗത്തേക്ക് ഒരു 200 മീറ്ററോളം വ്യത്യാസം ഉണ്ടാകും ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ ഈ സമയം മനസ്സിലാക്കിയത് ഈ 5 എടുക്കുന്ന ഫോട്ടോയിൽ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയിൽ ഈ കുട്ടി അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ആ സമയത്ത് ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ, ഈ പരിസരത്ത് ഞാനടക്കമുള്ള സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഈ ബോഡി കണ്ടെത്തിയ ഭാഗത്തുണ്ട്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് 5:20 ഫോട്ടോ എടുക്കുന്ന വീണതല്ല, ആ കുട്ടി ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. 5:20 ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ഈ കുട്ടീനെ അന്വേഷിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അന്വേഷിക്കാൻ തുടങ്ങുക. ആ ഒരു ഫോട്ടോ ഈ വെള്ളിനേടിയിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അമ്മയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗത്ത് നിന്ന് കയറി വരികയാണ്. ഇപ്പൊ ഈ സംരക്ഷണ ഭിത്തിയൊന്നും ഇല്ല അവിടെ. കുറച്ച് സ്ഥലത്ത് കൂടെ ഒക്കെ പോവാ. പിന്നെ കുറച്ചും കൂടി മോശപ്പെട്ട സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിങ്ങനെയൊക്കെ ആൾക്കാർ പോയതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കുട്ടികൾക്കൊക്കെ പോവാ. കുട്ടി ആ ഭാഗത്ത് ഈ കുട്ടിയെ കുട്ടി അവിടെ ഈ ഫോട്ടോയിലുള്ള സമയത്തും കുട്ടിയെ അന്വേഷിക്കുന്ന സമയം കൂടി കണക്കാക്കുമ്പോൾ ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരും കുട്ടിയുടെ രക്ഷാകർത്താവ് അടക്കം ആ ഭാഗത്തുണ്ട്. വെച്ചിട്ടുള്ള അവിടെ കറണ്ട് ഇല്ല, അത് കാരണം CCTV വർക്കാവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ മൊത്തം സെർച്ച് ചെയ്തേ, മലയുടെ മുകളിലും അവിടെയും ഇവിടെയും എല്ലാ ഭാഗത്തും കൂടി സെർച്ച് ചെയ്തു. അപ്പൊ കടരാജ്യം ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ ശേഷം കടകളെല്ലാം അടച്ചുപോയി. കടകൾ അടച്ചുപോയി, ലൈറ്റുകളൊന്നും ഇല്ല അവിടെ, കറണ്ടുകളില്ല. അപ്പോൾ കടകളെല്ലാം പെട്ടെന്ന് അടച്ചുപോയി. പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു. പോലീസുകാർ ഞങ്ങളെ പെട്ടെന്ന് അവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ കുട്ടി ആ ഭാഗത്തേക്ക് വിടാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഈ കുട്ടി ആ ഭാഗത്തേക്ക് പോവാതെ തന്നെ അവിടെ ഒരു ഭിക്ഷാടനക്കാർ താമസിക്കുന്ന ഒരു 4-5 റൂമുള്ള ഒരു എൽ ഷേപ്പിൽ ചെറിയൊരു പ്രദേശവാസികളോട് താമസിക്കാണ്. പക്ഷെ അവരത് തുണിയൊക്കെ വെച്ചിട്ടാണ് മറത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ കുട്ടിയുടെ അമ്മ അടക്കം എല്ലാവരും ആ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചു. ആദ്യമൊക്കെ അവർക്ക് സഹകരിച്ചില്ല. പിന്നീട് എല്ലാവരും ആ ഭാഷ അറിയുന്നവരൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവർ സഹകരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സാധ്യത കാണുന്ന ആ പ്രദേശത്ത് ആ കുട്ടീനെ മാറ്റി നിർത്തി ഞങ്ങളുടെ കണ്ണുപെടാതെ എന്തെങ്കിലും സംവിധാനത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. അല്ലാണ്ട് ഈ ബോഡി കിടക്കുന്ന ഭാഗത്ത് ആ കുട്ടി ഒരിക്കലും എത്തിയിട്ടില്ല. എതിർദിശയല്ല, ഇതിനോട് ചേർന്നുള്ള ഇതിനോട് ചേർന്നിട്ടാണ്, ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടാണ് ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് ആദ്യം സംശയമുണ്ടായിരുന്നുവെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് സാധ്യത തള്ളിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റു 2 കുട്ടികൾക്കൊപ്പം ശ്രീനന്ദ ഫോട്ടോയും എടുത്തിരുന്നു. സംഘം തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം ആ ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40-അംഗ സംഘത്തിലെ കുടുംബങ്ങളും സുഹൃത്തുക്കളും അടക്കം 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കുവാൻ സ്ഥലത്ത് തങ്ങിയിരുന്നു. പശ്ചിമഘട്ടത്തിലെ ചന്ദ്രഗിരി പർവ്വത മേഖലയിലാണ് ബാബ ബുദാൻഗിരി. ശ്രീനന്ദയുടെ കസിൻ സിസ്റ്ററുടെ വാക്കുകൾ കേൾക്കുക. ഞങ്ങൾ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് അപ്പോൾ ആ ഫോട്ടോയിൽ കുറേ നേരം നോക്കി ഇവളെ കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഇവളെ കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പം എല്ലാവരും കൂടി നോക്കുക ചെയ്ത്. ഞാനും അവളും സെയിം സ്കൂളിലാണ്, ഡിഫറെൻറ്റ് ക്ലാസ്സാണ് മാത്രം. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതാകുകയായിരുന്നു എന്നാണ് പറയുന്നത്. 40 പേരുള്ള ഒരു സംഘത്തിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റു 10 പേർ കൂടി സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. ഇവരെ CCTV ദൃശ്യങ്ങൾ വഴി തിരിച്ചറിയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ സമയം വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നാണ് പോലീസ് ഭാഷ്യം. മകളെ തട്ടിക്കൊണ്ടുപോയതാവാമെന്ന് സംശയമുള്ളതായി മാതാപിതാക്കൾ ചിക്കമംഗളൂരു നോർത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. മകൾക്ക് ലഹരി നൽകി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാകാമെന്നും മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നിസ്സഹകരണം ആയിരുന്നു ഉണ്ടായതെന്ന് ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നവരും ആവർത്തിക്കുന്നു. കുട്ടിയെ കണ്ടെത്തുവാനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായതിനു സമീപത്തെ വെള്ളച്ചാട്ടത്തിലും കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് കഴിഞ്ഞ 2 ദിവസം നടന്നത്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വൈകി വരെ കൊക്കകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു എങ്കിലും കുട്ടിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഫലം ഉണ്ടായില്ല. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി എന്ന സങ്കടകരമായ വാർത്ത എത്തിയപ്പോൾ ആ അമ്മയ്ക്ക് സങ്കടം സഹിക്കുവാനായില്ല.
ശ്രീനന്ദയുടേത് അപകടമരണം അല്ലെന്ന് കുടുംബം ആവർത്തിക്കുവാൻ കാരണങ്ങൾ പലതാണ്. ഒന്ന്, ആ 15-കാരി ഒറ്റയ്ക്ക് മലമുകളിൽ പോകില്ല. കാണാതായ ദിവസം തന്നെ കൃത്യമായ തിരച്ചിൽ ലോക്കൽ പോലീസ് നടത്തിയിരുന്നില്ല. അപ്രകാരം നടത്തിയിരുന്നുവെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല. അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാകാമെന്ന നിലപാടായിരുന്നു ലോക്കൽ പോലീസ് എടുത്തത്. പരാതി നൽകിയ ഉടനെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ രക്ഷിക്കുവാൻ സാധിച്ചേനേയും എന്ന് പറയുന്നതിലും കാരണമുണ്ട്. പോലീസ് ആദ്യം അന്വേഷിച്ച് കാണാത്ത സ്ഥലത്ത് പിന്നെ എങ്ങനെ വീണ്ടും ആ മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചു എന്നതിന് പോലീസിന് ഉത്തരമില്ല. അതുപോലെ CCTV ദൃശ്യങ്ങളും വൈദ്യുതി ഇല്ലാത്തതിനാൽ ലഭ്യമല്ല എന്ന് പറയുന്നത് ദുരൂഹമാണ്. ഡോഗ് സ്ക്വാഡ് കയറി ചെന്ന ആ കടയിലെ ആളെ സംശയമുണ്ട്. ആ സംശയം പറഞ്ഞിട്ടും കടക്കാരനെ പോലീസ് ചോദ്യം ചെയ്തില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. പോലീസ് അന്വേഷിച്ച് ചെന്നതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന കടക്കാർ എല്ലാവരും കടയടച്ചു മുങ്ങിയതിലും ദുരൂഹതയുണ്ട്. കൂട്ടം തെറ്റിയ പെൺകുട്ടിയെ അവിടെയുള്ള മദ്യപ സംഘമോ ലഹരി സംഘമോ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മലമുകളിൽ നിന്ന് വലിച്ചെറിയുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ ആവില്ല. ലോക്കൽ പോലീസ് കൃത്യമായി നാട്ടുകാരായ പ്രതികൾ എന്ന് സംശയിക്കുന്നവരെ സഹായിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ എടുത്തിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച കർണാടകത്തിലെ കൊടകിൽ ട്രക്കിങ്ങിനിടയിൽ കാണാതായ ശരണ്യ എന്ന യുവതിക്ക് വേണ്ടി മുറവിളി കൂട്ടി KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയെ അടക്കം വിളിച്ച് അത് വലിയ വാർത്ത ആക്കിയിരുന്നു. എന്നാൽ ശ്രീനന്ദയുടെ വിഷയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് നേതാക്കന്മാരുടെ എല്ലാം അനക്കവും ആവേശവും തീരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസ് അട്ടിമറിക്കുന്നു. DGP അടക്കം ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് യാഥാർത്ഥ്യം തെളിയിക്കണം എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടണം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കാം എന്ന സമീപനം സ്വീകരിക്കരുത്. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം വെള്ളിയാഴ്ച രാത്രി തന്നെ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടത്തിന് സമയം കഴിഞ്ഞാലും പ്രത്യേക കേസായി പരിഗണിക്കണമെന്നാണ് ചിക്കമംഗളൂരു ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലാണ് ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടത്തുക. ശ്രീനന്ദയെ കാണാതാകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കൂടെ ഉണ്ടായിരുന്നവർ പകർത്തിയ ആ ദൃശ്യം കാണുക. ആരുടെയും കരളലിയിക്കുന്ന ആ വീഡിയോയിലേക്ക്. ഹലോ ശരി അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോവും? നമ്മൾ മോളിക്കാണ് എന്തായാലും ശ്രീനന്ദയുടെ മരണത്തെ ഒരു അപകട മരണമായി തള്ളിക്കളയുവാൻ സാഹചര്യ തെളിവുകൾ വെച്ച് സാധ്യമല്ല. ലോക്കൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചാലും കേരള സർക്കാരും കോൺഗ്രസ് നേതൃത്വവും ഉണർന്നു പ്രവർത്തിച്ചാൽ, കർണാടക സർക്കാരിന് സമ്മർദ്ദം നൽകിയാൽ, ലൈംഗിക ചൂഷണം ലക്ഷ്യം വെച്ചോ അവയവമാഫിയകൾ നടത്തിയ കൊലപാതകമാണെങ്കിലോ അത് കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.